എറണാകുളം കാക്കനാട് വാഴക്കാലയിൽ ആക്രി ഗോഡൌണിന് തീപിടിച്ച സ്ഥലത്ത് നിന്നുള്ള വിവരങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന ബിനിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ റിയ ബേബി കൂടിയുണ്ട്. റിയ നിൽക്കുന്ന ഭാഗത്തെ സ്ഥിതി എങ്ങനെയാണ്? തീ ആ ഭാഗത്ത് നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? രതീഷിത, ഇവിടുന്ന് കാണുന്നത് ഈ സ്ഥലത്താണ് ഇപ്പോൾ തീ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഫയർഫോഴ്സ്. ഇവിടെ ഏറ്റവും വലിയ വെല്ലുവിളി ആയത് ഈ കാണുന്നത് പോലെ ഈ പ്രദേശത്ത് അതിൻ്റെ പിറകുവശത്തേക്ക് ഫയർഫോഴ്സിന് എത്താൻ കഴിഞ്ഞിരുന്നില്ല. ചെറിയ വഴിയാണ്, അതുകൊണ്ട് വാഹനം എത്താൻ കഴിഞ്ഞിരുന്നില്ല. സമീപത്തെ സ്കൂളിൽ ഫയർഫോഴ്സ് വാഹനങ്ങൾ നിർത്തിയിട്ട് അവിടെ നിന്ന് അവരുടെ പമ്പ്, ഈ ഷീറ്റ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആ ഷീറ്റ് മുറിച്ചു മാറ്റിയാണ് ഈ പമ്പ് ഈ പറഞ്ഞ തീപിടുത്തമുണ്ടായ സ്ഥലത്തേക്ക് ഇട്ട് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. ഈ പ്രദേശവാസിയായ ഹാരിസ് എന്ന് പറയുന്ന ആൾ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇദ്ദേഹം ആദ്യം ഈ തീ പടർന്നു പിടിക്കുന്നത് കണ്ട് ഫയർഫോഴ്സിനെ വിളിച്ചു പറഞ്ഞ വ്യക്തിയാണ്. ഇത് കുറച്ചധികം സമയമായി അല്ലേ? ഓൾമോസ്റ്റ് ഒരു മണിക്കൂറായി തുടങ്ങിയിട്ട്. അപ്പോൾ ഞാനൊന്ന് മേളിലേക്ക് കയറിയപ്പോൾ ഇവിടെ അത്യാവശ്യം തീ ആളിക്കത്തുന്നത് കണ്ട് ഫയർഫോഴ്സിനെ വിളിക്കാനുണ്ടായത്. പെട്ടെന്ന് തീ പിടിച്ച് ഫയർഫോഴ്സിന് എത്താൻ പറ്റാതിരുന്നത് ഒരു പ്രതിസന്ധിയായല്ലേ? അതൊരു ശരിക്കും ഒരു പ്രതിസന്ധിയാണ്. ആദ്യത്തെ ഒരു യൂണിറ്റ് മാത്രമേ മെയിൻ റോഡിൽ കൂടി പോകാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള യൂണിറ്റുകൾക്കൊന്നും കയറാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടുത്തെ സ്കൂൾ ഗ്രൗണ്ട് ഉണ്ട്, അതിൻ്റെ ഗേറ്റ് തല്ലിപ്പൊളിച്ച് അകത്ത് കയറി. അപ്പോൾ ഇവിടെ ഒരു വില്ല പ്രോപ്പർട്ടി ഉണ്ട്, വില്ല അല്ല, ഈ ഫ്ലാറ്റിൻ്റെ അസറ്റിൻ്റെ, അതിൻ്റെ ഷീറ്റൊക്കെ പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഈ പമ്പെല്ലാം അകത്തേക്കിട്ട് ഇപ്പോൾ തീ അണയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സമയം എടുക്കേണ്ടി വന്നു. ആദ്യത്തെ യൂണിറ്റ് ശരിക്കും പറഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് തന്നെ വിളിച്ച് 10 മിനിറ്റിനുള്ളിൽ തന്നെ ആദ്യത്തെ യൂണിറ്റ് എത്തിയായിരുന്നു. ആശങ്കയായി, വലിയ രീതിയിൽ തീ പടർന്ന് പിടിക്കുകയായിരുന്നു. പിന്നെ മാത്രമല്ല ഈ പലതരത്തിലുള്ള വസ്തുക്കൾ ആ ഗോഡൌണിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണല്ലേ? അതെ, കുറേ വർഷങ്ങളായിട്ട് സ്ക്രാപ്പിൻ്റെ ഗോഡൌണാണത്. ഒരു ആശങ്കയാണ്, കാരണം ഇത്രയും വീടുകളുള്ള സ്ഥലത്ത് വഴികളാണെങ്കിൽ ചെറിയ വഴികളാണ്. അപ്പോൾ എന്തെങ്കിലും അഗ്നിബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതുപോലെ തീ അണയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് 10 മിനിറ്റ് കൊണ്ട് തന്നെ എത്തി. അതിനുശേഷം ഒരു 4-5 യൂണിറ്റ് തുടരെ വന്നു. പക്ഷേ പ്രശ്നമെന്ന് വെച്ചാൽ ഫയർഫോഴ്സിനകത്തേക്ക് കയറാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടായി. അതാണ് അവധി ആയതുകൊണ്ട് തന്നെ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. ഗേറ്റ് പൊളിച്ചാണ് വാഹനത്തിനുള്ളിലേക്ക് കയറ്റിയത്. ക്രമീകരണങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ജീവനക്കാരനാരെങ്കിലും അതിൻ്റെ അകത്തുണ്ടായിരുന്നു? അങ്ങനെ ഫ്ലാറ്റിൻ്റെ വർക്ക് തുടങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് അധികം ജീവനക്കാരില്ല, കുറച്ച് ജീവനക്കാരേ ഉള്ളൂ. പക്ഷെ അവർ ഇവിടെയല്ല താമസിക്കുന്നത്, പക്ഷേ ചെറിയ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. അവിടെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, ഈ പുക ഉയരുന്ന ഭാഗത്തൊരു വീട് നിൽക്കുന്നുണ്ട്, ഒരു 2 നില വീട്. അപ്പോൾ അവിടെ ആൾക്കാരുണ്ടായിരുന്ന അതൊക്കെ ആൾത്താമസമുള്ള വീടുകളാണ്. അങ്ങോട്ട് കുറേ ആൾത്താമസമുള്ള വീടുകളുണ്ട്. മാറിക്കാണുമെന്ന് വിചാരിക്കണം. പിന്നെ അധികം കാറ്റില്ലാത്തതുകൊണ്ട് പുകയെല്ലാം മുകളിലേക്കാണ് പോകുന്നത്, അതുകൊണ്ട് അധികം ബുദ്ധിമുട്ട് തോന്നിയില്ല. ഇപ്പോൾ തന്നെ വലിയ തരത്തിൽ പുക ആകാശത്ത് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ഇവിടെ ഉള്ള ആളുകളൊക്കെ മാറി, കുട്ടികളടക്കം ഇപ്പം ഇവിടെ നിൽക്കുന്നു. എല്ലാവരും മാറ്റി, കുട്ടികളെയും ഫാമിലി ആൾക്കാരൊക്കെ മാറ്റിയായിരുന്നു. ഈ കണക്കുള്ള വസ്തുക്കളാണ് ഈ കത്തി അമരുന്നത് അല്ലെ? ചുറ്റിനും കെട്ടിയിരിക്കുന്ന തകര മറച്ചിട്ടാണ് കെട്ടിയിരിക്കുന്നത്. അതിനും തീ പിടിച്ചിട്ടുണ്ട്. അവിടെ ഒരു മരം, ഒരു വൃക്ഷമുണ്ട്, അതും തീ പിടിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക്കും കാണാം, പ്ലൈവുഡും പ്ലാസ്റ്റിക്കും എല്ലാ സ്ക്രാപ്പ് ഐറ്റംസ് എല്ലാം ഉള്ള ഒരു ഗോഡൗൺ ആണത്. ഈ പ്ലൈവുഡൊക്കെ നിങ്ങളാണോ? അത് ഇലക്ട്രോണിക് വസ്തുക്കളൊക്കെ ഉണ്ടോ? എങ്ങനെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കൊണ്ടുവന്ന സാധനങ്ങൾ എങ്ങനെ? അത് കാണാറുണ്ട്. ഞങ്ങൾക്ക് അവിടെ ഞങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്, അതുവഴി പോകുമ്പോൾ ആ ഗോഡൗൺ കാണാറുണ്ട്. അതുപോലെ എല്ലാം ഉണ്ട്, പ്ലൈവുഡും പ്ലാസ്റ്റിക് എല്ലാം അതിനകത്തുണ്ട്. ഇലക്ട്രോണിക് വസ്തുക്കളൊക്കെ അങ്ങനത്തെ ഉള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇലക്ട്രോണിക്സ് വേസ്റ്റ് എല്ലാം ഗോഡൗണിലുണ്ട്. ഈ 3 നില കെട്ടിടത്തിൽ ആളുകൾ താമസമുള്ളതാണ്, ജീവനക്കാരൊക്കെ? അത് താമസം തുടങ്ങിയിട്ടില്ല, പണി നടക്കുന്നേ ഉള്ളൂ. അതൊരു അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സ് ആണ്, അതിൽ താമസം തുടങ്ങിയിട്ടില്ല, പണി തീർന്നു വരുന്നേ ഉള്ളൂ. ഏതാണ്ട് തീ നിയന്ത്രണ വിധേയമാക്കാൻ പറ്റിയെന്ന് തോന്നില്ല ദൃശ്യങ്ങൾ കാണുമ്പോൾ. നേരത്തെ ഇതിലും കൂടുതലായി തീ കത്തിപ്പടരുന്ന ഒരു സാഹചര്യം. അതെ, ഇത് തീ ഒത്തിരി ആളിക്കത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പുകയാണെങ്കിലും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ കറുത്ത പുകയായിരുന്നു, ഭയങ്കര പുകപടലമായിരുന്നു, ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ശരിക്കും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ കൺട്രോളായിട്ടുണ്ട്. ജീവനക്കാരൊന്നുമില്ലേ അപകടം നടന്നപ്പോൾ? തീ പിടിച്ചു എന്ന് അതിന് ഒരു മേൽനോട്ടം വഹിക്കാൻ ആരെങ്കിലും അതിനകത്ത് ഉണ്ടായിരുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? കുറച്ച് ജീവനക്കാരുണ്ട്, ചെറിയ പണികൾ നടക്കുന്നുള്ളൂ. മെയിനായിട്ടുള്ള വർക്ക് ഫ്ലാറ്റാണ് ഇവിടെ വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ചെറിയ വർക്കുകൾ നടക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അധികം ജീവനക്കാരുണ്ടായിരുന്നില്ലെന്നാണ് എൻ്റെ അറിവ്. ഒരു അല്പാശ്വാസം ഉണ്ടല്ലേ തീ നിയന്ത്രണ വിധേയമായി? തീർച്ചയായും. അദ്ദേഹം ഈ തൊട്ടടുത്ത വീടിൻ്റെ മുകളിൽ തൊട്ടടുത്ത് കാണുന്ന ഈ വീട്ടിൽ താമസിക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഈ തീ ഉയർന്നത് ടെറസിൽ കയറിയപ്പോഴാണ് ഇങ്ങനെ വലിയ തോതിൽ പുകയും തീയും ഒക്കെ ഉയർന്നത് കണ്ടത്. അപ്പോൾ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചറിയിച്ചു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അതിവേഗം തന്നെ തൃക്കാക്കരയിൽ നിന്നുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അതിവേഗം ഇവിടേക്ക് എത്തി. പക്ഷേ അവർക്ക് വെല്ലുവിളിയായി, നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാം, അവർക്ക് ആ വെല്ലുവിളിയായത് ഇവിടേക്ക് എത്താൻ ഉള്ള വഴി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. തൊട്ടടുത്തൊരു സ്കൂളുണ്ട്, മേരിമാത സ്കൂള്.
അതൊന്ന് അവധിയായതുകൊണ്ട് തന്നെ ഗേറ്റ് അടച്ചു കിടക്കുകയായിരുന്നു. ആ ഗേറ്റ് തല്ലി തകർത്ത് അതിൻ്റെ കോമ്പൗണ്ടിൽ വാഹനം പാർക്ക് ചെയ്ത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ തകര ഷീറ്റ് മുറിച്ചാണ് ഈ തീ അണയ്ക്കാനുള്ള പമ്പ് വലിച്ച് ഈ സ്ഥലത്തേക്ക് ഇട്ടത്. അത് വലിയ ശ്രമകരമായ ജോലിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നേരം ഈ ഭാഗത്തേക്ക് ഫയർഫോഴ്സിന് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കാൻ ഒരു വെല്ലുവിളിയായത്. പിന്നീട് 2-ലധികം ഇപ്പോൾ 3 യൂണിറ്റുകൾ ഈ സ്കൂൾ കോമ്പൗണ്ടിലുണ്ട്. അവിടെ നിന്ന് പൈപ്പിട്ട് വെള്ളം അണയ്ക്കാനുള്ള ശ്രമമാണ് ഫയർഫോഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. സമീപത്തേക്ക് കടന്നു വരാനുള്ള ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട് എന്നത് തന്നെയാണ് ഈ പ്രദേശവാസിയായ ഹാരിസ് അടക്കം പറഞ്ഞത്.